ഡയബറ്റിക് പേഷ്യൻസിന് ഒരു സന്തോഷ വാർത്ത എന്ന് ഞാൻ അറിയുന്നു. എന്തോന്നായിരിക്കും സന്തോഷം ഡയബറ്റിക് പേഷ്യൻസിന്? ഡയബറ്റിക് പേഷ്യൻസിന് സന്തോഷം കിട്ടണമെങ്കിൽ മധുരം കഴിക്കണം. അപ്പം കഴിക്കാൻ ഇനി പറ്റും എന്നാണ് ഞാൻ അറിയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പുതിയൊരു വാർത്തയാണ്. അതെ, അത് ഈ മധുരം കഴിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി മധുരം എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട പായസം, ലഡ്ഡു, ജിലേബി, മിഠായികൾ, പഞ്ചസാര, തേൻ, പിന്നെ ശർക്കര, ഇതൊക്കെയാണെന്ന് കരുതുന്നവർ ദയവായി നിരാശപ്പെടണം. ആ മധുരമല്ല കവി ഉദ്ദേശിച്ചത്. ഓ ആണോ? ഞാൻ ശരിക്കും വിചാരിച്ചു അതൊക്കെ കഴിക്കാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു സബ്സിഡിയറി എന്ന് വേണമെങ്കിൽ പറയാം, സബ്സ്റ്റിറ്റ്യൂട്ട്. നമുക്ക് അതായത് ലഡ്ഡുവും ജിലേബിയൊക്കെ കഴിക്കണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല, മധുരം കിട്ടിയാൽ പോരെ. അതിന് മധുരം കഴിക്കാൻ സാധ്യതയുള്ള അതായത് പ്രകൃതിദത്തമായ ചില സംഗതികളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റിൽ 70% കൊക്കോയും പോളിഫൈനോളുകളും അടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയുടെ അംശം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രമേഹ രോഗിയുടെ പഞ്ചസാര ആസക്തി ലഘൂകരിക്കാൻ പര്യാപ്തവും എളുപ്പത്തിലുള്ള മാർഗവുമാണ്. ഈ ഡാർക്ക് ചോക്ലേറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ ചെല്ലുമ്പോൾ 2 തരത്തിലുള്ള സാധനം കിട്ടും. ഒന്ന് കളറും ആർട്ടിഫിഷ്യൽ ഫ്ലേവറും അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ്. അത് ഈ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കി വിൽക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്. അതൊരു ഫാക്ടറി മെയ്ഡ് സാധനമാണ്. ദയവായി അത് മേടിച്ച് കഴിച്ചിട്ട് നീ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ ഇത് കഴിച്ചാൽ പ്രമേഹം ഉണ്ടാകും, അത് കഴിച്ചു കഴിഞ്ഞാൽ 8ന്റെ പണി കിട്ടും. അത് പ്യുവർ ഒരു സ്വീറ്റ് ഐറ്റം തന്നെയാണ്. അതല്ല, ഒറിജിനൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് തൽക്കാലം മധുരത്തിന്റെ ആസക്തിയിൽ നിന്ന് ഒരു മോചനം കിട്ടും, മധുരം കഴിച്ചെന്നും ആകും. അടുത്ത സംഗതി ബെറിയാണ്. നമ്മുടെ ബെറി പഴങ്ങളില്ലേ, മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതായത് ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയതാണ് ബെറീസ്. പഞ്ചസാരയുടെ ആസക്തി കുറയ്ക്കാനുള്ള മികച്ച മാർഗമായിരിക്കും. പലതരത്തിലുള്ള ബെറീസ് വിപണിയിൽ ലഭ്യമാണ്. പോഷകാഹാരം എന്നതിലുമുപരി പ്രകൃതിദത്തമായ പഞ്ചസാര നിങ്ങളുടെ ആസക്തി കുറയാൻ സഹായിക്കുന്നു. ഉയർന്ന ഫൈബർ ഉള്ളടക്കവും ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ള ബെറീസിന്റെ ഘടകങ്ങൾ ആരോഗ്യകരമായ തെരഞ്ഞെടുപ്പായി ഇതിനെ മാറ്റുന്നു. ബെറി പഴങ്ങൾ സ്വീറ്റാണ്, മധുരമുണ്ട്. സാധാരണഗതിയിൽ ഈ പ്രമേഹ രോഗികൾക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാമോ ഇല്ലേ എന്നൊരു ചോദ്യം വരും. അപ്പോൾ സാധാരണഗതിയിൽ അത് പഞ്ചസാരയല്ലല്ലോ എന്ന് ധാരണയിൽ പലരും നമ്മുടെ വാഴപ്പഴവും മാമ്പഴവും ഒട്ടും കഴിക്കാൻ പാടില്ല. കാര്യം അതിന് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. അതായത് ഈ പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിട്ടിരിക്കുന്ന മധുരം നമ്മുടെ ഷുഗറായി ഗ്ലൂക്കോസായി മാറാനുള്ള സാധ്യതയാണ് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുക. അത് കുറവുള്ള പഴവർഗ്ഗങ്ങളുണ്ട്, അതായത് നാരുകൾ അധികം അടങ്ങിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ. അത് നമുക്ക് കഴിക്കാം, പക്ഷെ അതിനൊരു ലിമിറ്റ് വേണം. അതും ഇത് അങ്ങനെയാണല്ലോ എന്ന് കരുതി നാരുകൾ അധികം ഉണ്ടല്ലോ എന്ന് കരുതി കുറെ മാമ്പഴം അങ്ങ് കഴിക്കാൻ പോയാൽ ശരിയാകത്തില്ല. കുറച്ചൊക്കെ കഴിക്കാമെന്നാണ്. അതായത് ഇത് വെച്ച് നോക്കുമ്പോൾ ഇനി അതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ. അടുത്തത് ഈന്തപ്പഴമാണ്. വൈറ്റമിനുകളുടെയും പോഷകങ്ങളുടെയും കലവറയാണ് ഈന്തപ്പഴം. വൈറ്റമിൻ B6, ഫൈബർ, പൊട്ടാസ്യം, മഗ്നീഷ്യം, കോപ്പർ, മാംഗനീസ്, അയൺ, കുറേ ഉണ്ട് കേട്ടോ, തുടങ്ങിയവ ധാരാളം അടങ്ങിയവയാണ്. ഈന്തപ്പഴം പ്രമേഹ രോഗമുള്ളവർക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും ഹൃദ്രോഗികൾക്കും കഴിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഈന്തപ്പഴം കഴിക്കുന്നത് ഗുണം ചെയ്യും. കാരണം ഇതിൽ ഫ്രക്ടോസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അതായത് മധുരത്തിന് നമുക്ക് പഞ്ചസാരയും ലഡുവും ജിലേബിയും കഴിക്കണം നിർബന്ധം കേക്കൊന്നും കഴിക്കാൻ നിർബന്ധം പിടിക്കണ്ട. അങ്ങനെ തോന്നുമ്പോൾ, ആഗ്രഹം തോന്നുമ്പോൾ വേണമെങ്കിൽ ഒരു ഈന്തപ്പഴം എടുത്ത് കഴിച്ചോളൂ, നല്ല കാര്യമാണ്. ഇനി പഴങ്ങൾ പൊതുവായി പറയുമ്പോൾ പഴങ്ങളിൽ പ്രകൃതിദത്തമായ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അത് പ്രമേഹ രോഗികൾക്ക് സംസ്കരിച്ച പഞ്ചസാരയെ പോലെ ദോഷകരമല്ല. നാരുകളും സസ്യസംയുക്തങ്ങളും പോലുള്ള ഗുണം ചെയ്യുന്ന ഘടകങ്ങളും രോഗികളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്നു. വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞുമൊക്കെ പഴങ്ങൾ കഴിക്കാവുന്നതാണ്. പഴങ്ങളിൽ ധാരാളം നാരുകളും ആന്റി ഓക്സിഡന്റുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യകരമായ ശരീരം കാത്തു സൂക്ഷിക്കാൻ ഇത് സഹായിക്കും. പഴങ്ങൾ കഴിക്കാം, അത് പക്ഷേ ഒരു ലിമിറ്റിന്. അത് പരമാവധി ഈ പുളിരസമുള്ള അമ്മാതിരി പഴങ്ങളൊക്കെ ആണെങ്കിൽ, അതായത് അധികം മധുരമില്ലാത്ത ടൈപ്പ് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ദഹന പ്രക്രിയയും സഹായിക്കും. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ പ്രമേഹം ചർച്ച ചെയ്യപ്പെടുന്നു? അതായത് നമ്മുടെ കേരളത്തിൽ ഈ പ്രമേഹം ഇല്ലാത്തവരുടെ എണ്ണം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമ്മുടെ ലോകത്ത് മൊത്തം നോക്കിയാൽ ഈ പ്രമേഹ രോഗികളുടെ എണ്ണം 2021 വന്ന ഒരു ഡാറ്റ ഉണ്ട്.
അതിൽ ഇന്ത്യ എന്ന് പറയുന്നത് പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏതാണ്ട് 74.2 ദശലക്ഷം 2021 കണക്കാണ്. 74.2 ദശലക്ഷം ആൾക്കാർ ഇന്ത്യയിൽ പ്രമേഹ രോഗികളായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ 1ാം സ്ഥാനത്തുള്ള ചൈന ഇതിൻ്റെ നേരെ ഡബിളാണ്. അവിടെ 140.9 ദശലക്ഷമാണ്. അപ്പോൾ ചൈന അപ്പോൾ ഈ ചൈന എന്ന് പറയുന്നത് അവിടെ ജനസംഖ്യയും കൂടുതലുണ്ട്, അവിടെ നോക്കണം. അപ്പോൾ ഈ ഇന്ത്യയും ചൈനയും കൂടി ഈ കാര്യത്തിലൊരു നല്ല രീതിയിലുള്ളൊരു മത്സരം നടക്കുന്നുണ്ട്. 2021 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 25 ആകുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ട്. അതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ മലയാളികളാണ്. നമ്മുടെ ആഹാരശീലങ്ങൾ പ്രശ്നമാണ്. നമുക്ക് 2 നേരം ചായ വേണം. ചായ നമ്മുടെ നമ്മുടെ ഒരു അതിഥി വന്നാൽ പോലും നമ്മൾ ആദ്യം കൊടുക്കുന്ന ചായ, മധുരം ഇട്ട പഞ്ചസാര ഇട്ട ചായ. നമ്മുടെ ആഘോഷങ്ങളിൽ പായസം നിർബന്ധമാണ്. കൂടാതെ നല്ല പോലെ മദ്യപാനികളുമാണ്. ഓണക്കാലം ഓണക്കാലം വരാൻ പോണു കേട്ടോ, അതിന്റെ റെക്കോർഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓണക്കാലത്ത് ജവാൻ അടിച്ച് വഴി കിടക്കുന്നവന്മാരൊക്കെ, അതായത് ഇതും അടിസ്ഥാനപരമായി പഞ്ചസാര ലായനി കലക്കിയാണ് ഈ വിദേശ മദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പിന്നെ ഉണ്ട് തട്ടുകടയിൽ അല്ല വഴിക്കടയിൽ കിട്ടുന്ന സർബത്തടക്കം പഞ്ചസാര ഡൈലൂട്ട് ചെയ്താണ് എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ കപ്പലണ്ടി ഇന്നലെ ഞാൻ കഴിച്ചു, കപ്പലണ്ടി മുട്ടായി, കടലമുട്ടായി. അതിൽ എഴുതിയിരിക്കുന്ന ജാഗറി നമുക്ക് വായിൽ വെച്ചാൽ അറിയാം അത് ജാഗറി അല്ല, പഞ്ചസാര. അതായത് ഒരുവിധപ്പെട്ട ബേക്കറി ഉൽപ്പന്നങ്ങളൊക്കെ ഇപ്പോൾ ശർക്കരയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് പഞ്ചസാര തന്നെ ചേർത്തിട്ട് അതില് മറ്റേ കോഫി കളർ ചേർക്കും. അപ്പോൾ അത് ശർക്കരയാണെന്ന് തെറ്റിദ്ധരിക്കും. കാരമലൈസ് ചെയ്യുമ്പോൾ ആ കളർ വരും. വേണമെങ്കിൽ അങ്ങനെ മെനക്കെടാണെന്ന് ഓർക്കൊണ്ട് പറ്റില്ല. പഞ്ചസാര തന്നെ ചേർത്തിട്ട് ഇച്ചിരി കളർ ചേർത്താൽ പ്രശ്നം കഴിഞ്ഞു. നമുക്ക് മധുരം കഴിച്ചാൽ അറിയാലോ അതെന്താണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ഈ പ്രമേഹം ചർച്ചയായി? ഇന്ത്യയിൽ ഏതാണ്ട് കാത്തിരുന്ന് ഒരു ബഹിരാകാശ സഞ്ചാരി പോയി, ശുഭാൻഷു ശുക്ല. അപ്പോൾ പോലും നമ്മൾ ഗവേഷണം നടത്തിയ വിഷയങ്ങളിലൊന്ന് പ്രമേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രമേഹത്തെ നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് കാണുന്നു. ഈ ശുഭാൻഷു ശുക്ലയ്ക്ക് ആ വിഷയം സജസ്റ്റ് ചെയ്ത ഒരു മലയാളിയാണ്. അതാണ് അതിലും രസം. അതായത് നമ്മുടെ പ്രവാസിയായിട്ടുള്ള ഡോക്ടർ ഷംഷീർ വയലിൽ, അദ്ദേഹം ഒരു കോടീശ്വരൻ കൂടിയാണ് കേട്ടോ. അദ്ദേഹമാണ് ഈ എയർ ഇന്ത്യ വിമാനത്തിൽ അപകടത്തിൽ സംഭവിച്ചപ്പോൾ അവിടെ കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ മരിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് ധനസഹായം പ്രഖ്യാപിച്ച ഒരാൾ കൂടിയാണ്. അപ്പോൾ ഈ ഷംഷീർ വയലിനാണ് ഒരു ഗവേഷണ വിഷയം ശുഭാൻഷു ശുക്ലയ്ക്ക് അല്ലെങ്കിൽ ISROയ്ക്ക് സജസ്റ്റ് ചെയ്തത്. അതിൻ്റെ പേര് സ്വീറ്റ് റൈഡ് എന്നാണ്. അപ്പോൾ ശുഭാൻഷു ശുക്ല അവിടെ ചെന്നിട്ട് ഇതിനുള്ള പരിശോധന നടത്തി. അതായത് സ്വീറ്റ് റൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, നമ്മുടെ ഈ ശൂന്യാകാശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്ത് മനുഷ്യന് ഭാരം കുറയുന്നു. അപ്പോൾ ഭാരം കുറയുമ്പോൾ അവിടെ ഈ നമ്മുടെ പ്രമേഹം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ അളവ് കൂടുമോ കുറയുമോ, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് അവിടെ നടത്തിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉപകരണം, അതായത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി 2 3 അതായത് 4 പേരാണല്ലോ ദൗത്യത്തിലുണ്ടായിരുന്നത്. അതിൽ ചിലർ ധരിച്ചു, ഒരു വാച്ച് കെട്ടുന്നത് പോലെ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ മോണിറ്റൈസേഷൻ അല്ല, അതിൻ്റെ വിവരങ്ങളൊക്കെ മോണിറ്റർ ചെയ്തത് താഴെയുള്ള ഗവേഷകരായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ പ്രമേഹം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതായത് ടൈപ്പ് 5 പ്രമേഹം എന്ന് കേട്ടിട്ടുണ്ടോ? ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാരുടെ ആണോ? അതൊന്നും അല്ല. അതായത് ഈ അടിസ്ഥാനപരമായി നമ്മുടെ ശരീരം സെൽഫ് എക്യുപ്ഡ് ആണ്, സ്വയം സജ്ജമാണ് നമ്മുടെ ശരീരം. എന്തു വന്നാലും ശരീരമാണ് ആദ്യം പ്രതികരിക്കുക. ഇപ്പൊ പ്രമേഹം ഉണ്ടാകുന്നതിന്റെ കാരണം അമിതമായി ഗ്ലൂക്കോസ് ശരീരത്തെ അടിയുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ സ്വയം നമ്മുടെ ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥികളാണ്. പക്ഷേ നമ്മൾ ശൈശവ ദശയിൽ മുതൽ കൗമാര ദശയിൽ വരെ നമ്മൾ കഴിക്കുന്ന പോഷകാഹാരത്തിന്റെ കുറവുണ്ടായാൽ ഈ പാൻക്രിയാസ് ഗ്രന്ഥികൾ പൂർണ്ണ സജ്ജമാകില്ല. അപ്പോൾ എന്തു പറ്റും? ഈ പാൻക്രിയാസ് ഗ്രന്ഥികൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കില്ല. അങ്ങനെ ചെറുപ്പം നാൾ മുതലേ തന്നെ നമ്മൾ പ്രമേഹത്തിന്റെ അടിമകളാകും. ടൈപ്പ് 5 എന്ന് പറയുന്നത് ആ ഗണത്തിൽപ്പെടുന്നതാണ്. ദുർഭാഗ്യകരം എന്ന് പറയട്ടെ, ഏതാണ്ട് 25 ഇന്ത്യയിൽ ഏതാണ്ട് 25 ദശലക്ഷം പേർ, ക്ഷമിക്കണം, ഇന്ത്യയിൽ ഏതാണ്ട് 25 ലക്ഷം പേർ ഈ പറയുന്ന ടൈപ്പ് 5ന്റെ ഇരകളായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്. 25 ദശലക്ഷമാണ് കേട്ടോ, 25 ദശലക്ഷം പേർ. എനിക്ക് അറിയാമെന്നുള്ളൊരു കപ്പിളുണ്ട്. കപ്പിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാവുന്നൊരു കുട്ടി എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ചെറുപ്പം മുതലേ ജനറ്റിക്കലി വന്നിരിക്കണോ, ജനിതകമായി വരുന്നതുണ്ട്. പക്ഷെ ആ വീട്ടിൽ വേറെ ആർക്കും ഇല്ല. ആ കുട്ടിക്ക് ഡയബറ്റിക്, ഹെവി ഇൻസുലിൻ, അപ്പോൾ തൊട്ടേ ഇൻസുലിനാണ്. പ്രായമായി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചതും അങ്ങനെ ഒരാളെയാണ്. കാരണം ഇവർക്ക് വേറെ കുഞ്ഞുങ്ങളുണ്ടാവില്ല, അവർ ദത്തെടുത്തു. അപ്പോൾ ദേ ഹാപ്പി.
ബട്ട് ദെൻ ഇത് ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മളിത് അറിയുമ്പോൾ തന്നെ അയ്യോ ഇങ്ങനെയുണ്ടോ ഇതൊരു സംഭവം അല്ലേ. മധുരം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷമായിട്ട് തുടങ്ങുന്ന ട്രാജഡിയിലാണ് അവസാനിക്കുക. ഏതായാലും നിർത്താം.